നമസ്കാരം. വിമൻ ടോക്ക് ടൈമിലെ മൈൻഡ് കോച്ച് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ ജോർജ് മാത്യു സാറാണ്. സാറിലെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. ഓക്കെ, അപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ശേഷക്രിയ ഒക്കെ ചെയ്യുന്നു എന്നൊക്കെ ആൾക്കാർ പറയുമല്ലോ. അപ്പം അങ്ങനെ ചെയ്ത് വരുമ്പോൾ അതിന് മോക്ഷം കിട്ടി എന്നൊക്കെ പറയുന്നു. പക്ഷെ അത് ഒരു തോന്നിപ്പിക്കൽ മാത്രമാണോ, അതോ അങ്ങനെ ആത്മാവിന് എന്തെങ്കിലും അതുകൊണ്ട് എന്താ പറയുക ഗുണങ്ങൾ കിട്ടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുമോ? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം. ഈ ചെയ്യുന്നവരുടെ മനസ്സിൽ മാറ്റങ്ങൾ വരാം. ആർക്ക് വേണ്ടി ചെയ്യുന്നു ആ വൈബ്രേഷനിൽ മാറ്റം വരാം. പിന്നെ അൾട്ടിമേറ്റായിട്ട് ഒരു കോൺഷ്യസ്നെസ്സേ ഉള്ളൂ. ഒരു കോൺഷ്യസ്നെസ്സിലാണ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരാളിനെ വിചാരിച്ച് ഒരു കർമ്മം ചെയ്യും. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് ഈ അയാളെന്ന് പറയുന്നതും നമ്മളുടെ റൂട്ട് കോൺഷ്യസ്നെസ്സിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു ശാന്തത കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റേ ആൾക്കും അത് കിട്ടിയെന്നാണ്. കാരണം അൾട്ടിമേറ്റായിട്ട് ഒരു കോൺഷ്യസ്നെസ്സേ ഉള്ളൂ, നമ്മളുമായിട്ട് കണക്റ്റഡുമാണ്. അപ്പോൾ ടെലിപ്പതിക്കായിട്ട് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകും. അയാളുടെ മനസ്സിലെ ഒരു ഡിസ്റ്റർബൻസ് ചിലപ്പോൾ കുറഞ്ഞെന്ന് വരാം. പിന്നെ വേറൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ആത്മാവ് ഇപ്പം ബോഡിയിലൊരു ശരീരത്തിലാണ് ആത്മാവുണ്ടെങ്കിൽ ആ ബോഡി ആയിരിക്കുമല്ലോ അതിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ അല്ലാതൊരു ആത്മാവ് സ്വന്തമായി നിലനിൽക്കുമ്പോൾ അതിൻ്റെ ഇഷ്ടപ്രകാരമാണോ അത് കാര്യങ്ങൾ ചെയ്യുന്നത്, അതോ അതിനെ നിയന്ത്രിക്കുന്ന വേറെ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടാവുമോ? ഇതെല്ലാം കണക്റ്റഡാണ്, ഒന്നും ടോട്ടലി ഇൻഡിപെൻഡൻ്റ് അല്ല. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ മാത്രം തീരുമാനമാണ്, വേറെ ഒന്നും ഇതിനെ സ്വാധീനിക്കുന്നില്ല. അങ്ങനെ ആണോന്നില്ല. നമ്മൾ ഒരു കാര്യം നിശ്ചയിച്ചുറപ്പിച്ച് ചെയ്താൽ പോലും അത് വേറെ പലതും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. കാരണം എല്ലാം പ്രിഡിറ്റർമെൻ്റ് ആണെന്നാണ് ഇപ്പോൾ പറയുന്നത്. സയൻസ് തന്നെ ഇപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ന്യൂട്ടനും ഐൻസ്റ്റൈനും വരെ എല്ലാം പ്രിഡിറ്റർമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടാകും, നമ്മളത് അറിയണമെന്നില്ലെന്നേ ഉള്ളൂ. പിന്നെയും മാറ്റങ്ങൾ, ഇവല്യൂഷൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ഓരോ കാര്യങ്ങൾക്കും. ഇന്നലെ വരെ പഠിച്ചതായിരിക്കില്ല ചിലപ്പോൾ നാളെ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ മാറ്റങ്ങൾ സയൻസിലാണെങ്കിലും എന്തിലാണെങ്കിലും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ, ചില ആൾക്കാർ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുന്നു, വേറെ സ്ഥലങ്ങൾ ആൾക്കാരെയൊക്കെ കാണുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോ? ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ക്ലെയർവോയൻസുമായിട്ട് ടോട്ടലി സെപ്പറേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. ഇപ്പോൾ ഒരാൾ ദൂരെ നടക്കുന്ന ഒരു സംഭവം കാണും, നമുക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം ഇയാൾ ഇവിടെ ഇരുന്നുകൊണ്ട് അത് അറിയുകയാണ് അല്ലെങ്കിൽ കാണുകയാണ്. വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം നമ്മുടെ ശരീരത്തിൻ്റെ ആസ്ട്രൽ ബോഡി അങ്ങോട്ട് പോയി കാണുകയാണ്. ഇത് രണ്ടും തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. ശരിക്കും അവിടെ എത്തിയിട്ടുണ്ടോ അതോ ചിന്തകൾ മാത്രമാണോ, അതോ ഇവിടെ ഇരുന്ന് അത് കാണുകയാണോ എന്ന് തിരിച്ചറിയാൻ എളുപ്പമല്ല. പിന്നെ ഈ മരിക്കുന്ന ആൾക്കാർ മരണത്തിന് തൊട്ട് മുമ്പ് കാണുന്ന കാഴ്ചകളൊക്കെ ഒരുപോലെ ആയിരിക്കും എന്ന് വെച്ചാൽ ഏകദേശം ഒരുപോലത്തെ കാര്യങ്ങളായിരിക്കും അവരുടെ ലൈഫ്. ഒരുപോലെ എന്ന് വെച്ചാൽ സിമിലർ ആയിരിക്കും എന്നല്ല, ഏകദേശം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ സിമിലാരിറ്റി ഉണ്ടാവും മരിക്കുന്ന ആ ഒരു നിമിഷത്തിന് മുൻപ് എന്ന് പറയുന്നത്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, പലരുടെ മരണസമയത്തെ അനുഭവങ്ങൾ തമ്മിൽ വളരെ സിമിലാരിറ്റി കാണാറുണ്ട്. പല കൾച്ചേഴ്സിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവരുടെയൊക്കെ മരണസമയത്തെ അനുഭവങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധം കാണാറുണ്ട്. ഓക്കെ, ഇപ്പോൾ മരിച്ചു പോയ ആൾക്കാരോട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് അതിപ്പോൾ പോസിബിൾ ആണെന്ന് കാണിച്ചു തന്ന ഒരാളാണ് സാറ്. അപ്പോൾ ആ ഒരു ഹോസ്റ്റ് ത്രൂ നമ്മൾ അവരോട് സംസാരിക്കുക എന്നുള്ളതിലേക്ക് നമ്മളിലേക്ക് എങ്ങനെയായിരിക്കും ആ ആത്മാവിനെ നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്? ഈ മരിച്ച ആത്മാവിനോട് സംസാരിക്കുക എന്നുള്ളത് നമ്മൾ ഒരു പ്രായോഗിക
രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ എളുപ്പമല്ല. അപ്പം നമ്മളൊരു സൈക്കിക്കിനെ വിളിക്കുന്നു, ഇങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്തു, അയാൾ എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന് അറിയാൻ വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നു, ആത്മഹത്യ ചെയ്ത ആൾ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരണം, അയാൾക്ക് ഇഷ്ടപ്പെട്ട പേനയോ അയാളുടെ ഡ്രസ്സോ ഏതെങ്കിലും. അപ്പോൾ ഇതെല്ലാം ഇയാൾ കൈവച്ചുകൊണ്ടിരിക്കുന്നു, ഇയാളുടെ ഫോട്ടോ നോക്കുന്നു. എന്നിട്ട് ഇയാൾ പറയുകയാണ് ഇയാൾ ആത്മഹത്യ ചെയ്ത് ഇയാൾ പഠിച്ചിരുന്ന സ്കൂളിലെ സാറന്മാരുമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇയാൾ വളരെ മിടുക്കനായിരുന്നു, സാറന്മാരെക്കാളും കൂടുതൽ നല്ല ഇംഗ്ലീഷ് പറയാൻ കഴിവുണ്ട്, സാറന്മാരെക്കാളും കൂടുതൽ അറിവുണ്ട്. ഇതൊക്കെ കൊണ്ട് സാറന്മാർക്ക് ഇയാളോട് ദേഷ്യം, ഇയാൾ സാറന്മാരുടെ കുറ്റമൊക്കെ കണ്ടുപിടിക്കും, അതുകൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ സംഗതി ശരിയാണെന്ന് ഈ ബന്ധുക്കൾ പറയുന്നു, ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കാൻ സാധ്യത. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് ഇത് എന്ത് ഊഹിക്കാം? വേണമെങ്കിൽ നമുക്ക് പറയാം, ആത്മഹത്യ ചെയ്ത ആളുടെ ആത്മാവ് ഈ സൈക്കിക്കിൻ്റെ അടുത്ത് വന്നു, അല്ലെങ്കിൽ ആത്മാവ് ഇത് കാണിച്ചു കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഈ സൈക്കിക്ക് അയാളുടെ ക്ലാർവോയൻസ് ഉപയോഗിച്ച് ഈ മരിച്ച ആളുടെ മനസ്സിനെ റീഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഈ സൈക്കിക്കിന് ക്ലാർവോയൻസും ഉണ്ട്, ടെലിപ്പതിയുണ്ട്, പല കഴിവുകളുമുണ്ട്. അപ്പോൾ ഈ ആത്മാവ് ഇവിടെ വന്നു അല്ലെ സൈക്കിക്കുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തു എന്നുള്ളത് ഒരു വിശദീകരണമാണ്. അല്ലെങ്കിൽ സൈക്കിക്ക് പാസ്റ്റിലേക്ക് പോയി ജീവിച്ചിരുന്ന കാലത്ത് ഇയാളുടെ മനസ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഏതാണെന്ന് തിരിച്ചറിയാൻ എളുപ്പമല്ല. അപ്പം നമുക്ക് പൂർണ്ണമായും എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. അതെ, കാരണം ഈ സൈക്കപ്പാസിറ്റീസ് എന്ന് പറയുന്നത് സ്ഥലകാല ലിമിറ്റേഷൻസിൻ്റെ അപ്പുറമാണ്. അപ്പോൾ അത് പാസ്റ്റിൽ പോയിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ ആകാം, പലതും ആകാം. പിന്നെ സാർ ഈ ടെലിപ്പതി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ കേട്ട് അറിയാവുന്നതെന്ന് വെച്ചിട്ട്, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുന്ന സമയത്ത് നമുക്ക് അസ്വസ്ഥതകൾ തോന്നുക, എന്തോ അപായം പറ്റുന്നു എന്ന് തോന്നുക, അത്തരത്തിലുള്ളൊരു ടെലിപ്പതി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ അവരുടെ കുടുംബത്തിനോ അമ്മയ്ക്കോ, കൂടുതലും അമ്മമാർക്ക്, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെ ആയിരിക്കുമെന്ന് ചോദിച്ചാൽ, ഇത് എല്ലാം വാസ്തവത്തിൽ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ പ്രകൃത രൂപങ്ങളാണ്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ക്ലോസ് ആയിട്ട് സൈക്കിക് ബോൺസ് ഉള്ള ആളുകൾ തമ്മിൽ ആ കോണ്ടാക്റ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ മലയാളികളുടെ ഒരുപാട് ബന്ധുക്കൾ വിദേശത്തുണ്ട്. അപ്പോൾ എന്നോട് സാധാരണ പലരും കാണുമ്പോൾ ഇങ്ങോട്ട് വന്ന് പറയാറുള്ളത്, ഒരാൾ ഓസ്ട്രേലിയയിലിരിക്കുകയാണ്, അയാൾക്ക് അസുഖം കൂടുതലാണ് എന്ന് അയാൾ വീട്ടിലുള്ളവരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് അയാൾ പറയുന്നില്ല. പക്ഷെ ഇവർക്ക് തോന്നുന്നു അയാൾക്ക് എന്തോ കുഴപ്പമുണ്ടോയെന്ന്. ഇവരങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അപ്പോൾ ഈയിടെ തന്നെ എനിക്ക് ഒരു 3-4 ദിവസം മുമ്പ് വരെ എനിക്ക് ചില അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ കുറേ എക്സസൈസ് ചെയ്തപ്പോൾ അസുഖം മാറി. അസുഖം മാറിയ ഉടനെ എൻ്റെ ഒരു ഫ്രണ്ടോട് ഇങ്ങോട്ട് ഫോണിൽ വിളിച്ച് ചോദിച്ചു, സാറിൻ്റെ അസുഖം മാറിയല്ലേ? പറയാതെ തന്നെ. അപ്പോൾ ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ളവർ തമ്മിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാറുണ്ട്. എൻ്റെ എക്സാക്റ്റ് മെക്കാനിസം നമുക്ക് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ എളുപ്പമല്ല. അതായത് ടൈമും സ്പേസും എല്ലാം വളരെ അൺറിയലാണ്.
ടൈം ലീനിയർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാവുന്നേ ഉള്ളൂ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഫിസിക്കൽ മെക്കാനിസം പറയാൻ എളുപ്പമല്ല. ഓക്കെ. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.